മാസം 31 വരെ കാലാവധിയുണ്ട്. കൗൺസിൽ ഡിസിഷൻ തന്നെ ഏതാണ്ട് മേയറുടെ ടെന്യൂർ വരെ കാലാവധിയുണ്ട്. അപ്പൊ നിയമപരമായി എനിക്ക് അവിടെ തുടരുന്നതിന് ഒരു തടസ്സവുമില്ല. ഞങ്ങൾ വാടക അടച്ചിട്ടുണ്ട്. ഈ വാടക കുടിശ്ശിക വരുത്തിയെന്ന് പോലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വാടക കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇന്നലെ ശ്രീലേഖ വന്ന ഈ വിഷയം ഉന്നയിച്ച ശേഷമാണ് ബാക്കി കുടിശ്ശിക ഇന്നലെ അടച്ചു എന്നുള്ള മട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? അല്ല, 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതടച്ചു. ഇന്നലെ അടച്ചു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങളോട് പ്രവർത്തിക്കുകയില്ലേ. 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതും അടക്കിയുണ്ടായി. ഓക്കെ, ഒരു കാര്യമുള്ളത്, ഇപ്പോ ഈ നേരത്തെ ശ്രീ യുവരാജും വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ശ്രീ പ്രശാന്ത്, എനിക്കതിന്റെ കൃത്യത അറിയില്ല, ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. 5 ആൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് ഈ കൗൺസിലറുടെ റൂം, ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, അവിടെ പ്രധാനപ്പെട്ട കൗൺസിലർ കൈകാര്യം ചെയ്യേണ്ട ഫയലുകൾ പോലും അവിടെ ഒരു ബാത്റൂമിൽ കൂട്ടിയിടേണ്ട നിലയാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ഞാൻ യുവരാജിനെ ആ ഓഫീസ് സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവർ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. പ്രശാന്ത്, താങ്കൾ എന്നെ വിളിച്ച് കാണിക്കേണ്ട കാര്യമില്ല. 5 വർഷം താങ്കളോടൊപ്പം കൗൺസിലറായി പ്രവർത്തിച്ചിരുന്ന ആള് തന്നെയാണ് അത് പറഞ്ഞത്. ചെറിയൊരു ക്യാബിൻ മാത്രമാണിത്. ഇതിന് വലതുവശത്ത് ഒരു ബാത്റൂം ഉണ്ട്. പക്ഷെ ആ ബാത്റൂമിൽ മറ്റേ ഫയലും അലമാരിയും എല്ലാം തന്നെ ഈ ബാത്റൂമിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് വയ്ക്കാൻ മറ്റു സാധനങ്ങളില്ല. ഇതാണ് ശ്രീലേഖ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഓഫീസിന്റെ ഭൂരിഭാഗം സ്പേസും വി കെ പ്രശാന്ത് കൈയടക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് വി കെ പ്രശാന്തിനോട് മാറണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നാണ് ശ്രീലേഖ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ അബദ്ധം പറ്റിയല്ലേ? ശ്രീ പ്രശാന്ത്, അല്ല, അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഞാൻ ശ്രീ അയ്യപ്പദാസിനെയും ഈ പറയുന്ന യുവരാജിനെയും ഒക്കെ അവിടെ വന്ന് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവിടെ കൃത്യമായി കുറച്ചു പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഏതാണ്ട് 100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു മുറിയാണത്. അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ആളിനെ ഒഴിവാക്കി സൗകര്യം ഉണ്ടാക്കണം എന്ന് പറയുന്നതിലെ അനൗചിത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാത്ത പക്ഷം അവിടെ ഒരു സ്വാഭാവിക അസൗകര്യം ഇല്ല. സ്വാഭാവിക അസൗകര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം ക്ലിയർ ആണ്. ബൈ ഇലക്ഷനിൽ ജയിച്ച MLA ആണ്. അദ്ദേഹത്തിന് MLA ഹോസ്റ്റലിൽ മുറി കിട്ടുന്നതിന് കാലവിളമ്പുണ്ടായി. അദ്ദേഹം മേയറായിരുന്ന ഒരാളാണ്. അദ്ദേഹം കോർപ്പറേഷനെ സമീപിച്ച് അദ്ദേഹത്തിന് മുറി തരപ്പെടുത്തി. അത് നിയമപരമായ മാർഗങ്ങളിലൂടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വാങ്ങിയത്. അദ്ദേഹത്തിന് വീണ്ടും മുറി അനുവദിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മാറാമായിരുന്നു. അദ്ദേഹം മാറിയില്ല. അദ്ദേഹം ഉപയോഗിച്ചതിന് ഞങ്ങളാരും തർക്കം പറഞ്ഞില്ല. നിലവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൗൺസിലേഴ്സിന് മുറി ആവശ്യമുള്ള സന്ദർഭത്തിൽ കൃത്യമായി അത് മനസ്സിലാക്കി ഒഴിയുക എന്നതായിരുന്നു ഔചിത്യം. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ വി കെ പ്രശാന്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണം അതിനേക്കാൾ ഗൗരവമുള്ളത്, ഈ മുറി വിവാദത്തിനപ്പുറം കോർപ്പറേഷന്റെ മുറി ഒഴിയുന്നതോ അല്ലെങ്കിൽ ഒഴിയാതിരിക്കുന്നതോ വാടക കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ എന്നതിനപ്പുറം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളിലൂടെ പുറത്തു വരുന്നത്, ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം നിർമ്മിക്കുന്ന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി MLAയുടെ മുറിയിൽ ഫയലുകൾക്ക് ഒപ്പമിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ മുറിയിൽ താമസിക്കുന്നവരുടെ ഡാറ്റ എടുക്കുമ്പോൾ MLA അങ്ങോട്ട് ചെല്ലാറ് പോലും ഇല്ല. ആ മുറിയിൽ വേറെ ആളുകൾ താമസിക്കുന്നു. അതെങ്ങനെയാണ് താമസിക്കുക? ഒരു ചെറുപ്പക്കാരനായ വട്ടിയൂർക്കാവിലെ MLA തന്റെ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം, MLA ക്വാർട്ടേഴ്സ് അതിനായി ഉപയോഗിക്കേണ്ടതിന് പകരം അവിടെ ആരാണ് കുടിയേറി താമസിക്കുന്നത്? MLA ഉപയോഗിക്കാത്ത മുറി ഒരു കരാറുകാരൻ കാലങ്ങളായി കൈവശം വെച്ച് ഉപയോഗിക്കുന്നു. അതിന്റെ ഡാറ്റാസ് പുറത്തു വന്നിരിക്കുന്നു. ശ്രീ പ്രശാന്തിനെതിരെ വളരെ ഗുരുതരമായിട്ടൊരു ആക്ഷേപമാണ് ശ്രീ അനിൽ ഇവിടെ ഉന്നയിച്ചത്. അതിന് മാത്രം ഒരു മറുപടിയാണ്. ഈ നിലയിൽ ചില ഊഹോപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് MLAയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് ആവശ്യമായിട്ടൊരു ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് എന്ന് കാണേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. ഞാൻ ചോദിക്കട്ടെ, MLA കാണാൻ എത്രയോ ആളുകൾ വരും. അവരവിടെ ഇട്ടിരിക്കുന്ന കസേരകളിലും മറ്റൊക്കെ ഇരിക്കും. MLAയുടെ അടുത്ത് വേറെ ആളിൽ ഇരിക്കുമ്പോൾ ആ പരിസരത്തിരിക്കുന്ന കസേരകളിലൊക്കെ ഇരിക്കും. അതൊക്കെ വലിയ മഹാ അപരാധമായി ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫ് താമസിക്കുന്നു. നമുക്കെന്താ തർക്കം? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു നേതാവ് 100% അതിന്റെ രേഖകൾ കയ്യിലുള്ളത് കൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാനും തയ്യാറാണ്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിത്ത പോലെ.
ഒന്നല്ല രണ്ട് കാര്യം. ഒന്ന്, ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് വന്ന് സംസാരിച്ചത് എന്ന ആക്ഷേപം ഒന്ന്. രണ്ട്, ഇപ്പോൾ ശ്രീ പ്രശാന്തൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന ഒന്നാണ്. അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിനോട് ചേർന്ന റൂമാണ്. ഈ പറഞ്ഞ അസൗകര്യം അവിടെ ഇല്ല, ഈ ഫയലുകളൊക്കെ ഈ ബാത്റൂമിൽ കിടക്കുന്നതൊക്കെ അവാസ്തവമാണ് എന്നുള്ളതാണ്. അതെ അതെ. അല്ല, സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല, കൗൺസിലറാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ MLA ചിലപ്പോൾ പറയുമായിരിക്കും കൗൺസിലർ ആ ബാത്റൂമിനകത്ത് ചടഞ്ഞുകൂടിഞ്ഞിരുന്നാൽ മതി എന്നുള്ള കാര്യം. അതാണ് ധാർഷ്ട്യം. അല്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാന്യമായി അറിയിക്കുന്നതിനെയല്ല നമ്മൾ ധാർഷ്ട്യം എന്ന് പറയുന്നത്. നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. എല്ലാം നിൽക്കുന്ന സമയത്ത് ശ്രീലേഖ മാഡം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും കണ്ടതാണ്. ഞാൻ ഇവിടെ വന്നിരിക്കും, ഇതൻ കട്ടളായി ശാസനം എന്നൊന്നും പറയുകയല്ല ചെയ്തത്. പകരം എന്താണ് പറഞ്ഞത്, MLA അവിടെ പ്രവർത്തിച്ചോളൂ, എനിക്കിവിടെ ഇരുന്നേ പറ്റൂ, എനിക്ക് പോയി ഇരിക്കാൻ മറ്റൊരു സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുകയാണ് ചെയ്തത്. ഇത് ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും അല്ല, അവരുടെ അവകാശമാണ്. അതാണ് ഇവിടെ കൗൺസിലില് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശാസ്തമംഗലം പോലെ സ്ക്വയർ ഫീറ്റിന് ആയിരങ്ങളും അല്ലെങ്കിൽ നൂറുകണക്കിന് രൂപ സ്ക്വയർ ഫീറ്റിന് വാടക വരുന്ന ഒരു സ്ഥലത്ത് 350 സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറും 872 രൂപയ്ക്ക് എഴുതിയെടുത്തിട്ട് അവിടെ ഇരിക്കുകയും അതിൽ തന്നെ കുടിശ്ശിക വരുത്തുകയും അത് പിന്നീട് വിവാദമാകുമ്പോൾ അതെല്ലാം കൂടി ഓടിപ്പിടിച്ചടക്കി. അതൊക്കെ 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതും അടക്കിയുണ്ടായി. കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെയാണ് നമ്മൾ ധാർഷ്ട്യം എന്ന് പറയുന്നത്. MLA ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ഥലം ഏതാ? വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ അതിന്റെ പട്ടം കേശവദാസം മുതൽ നാലാഞ്ചിറ മുതൽ അങ്ങറ്റം വരെ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്തമംഗലം പോകുന്നതിനേക്കാളും ഒരുപക്ഷെ എളുപ്പത്തിൽ അവർക്ക് എവിടേക്ക് വരാൻ കഴിയും? ഇവിടെ MLA ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയും. അല്ല, അത് പിന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അങ്ങ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, BJP ആണ് ഇവിടെ മീഡിയ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം. ശ്രീ അയ്യപ്പദാസ്, ആരുടെ ബൈറ്റാണ് നിങ്ങൾ ആദ്യം കണ്ടത്? ശ്രീലേഖ മാഡത്തിന്റെ ആണോ അതോ ശ്രീ VK പ്രശാന്തിന്റെ ആണോ ആദ്യം? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും. റെസ്പോൺസ് രണ്ടുപേരും ഒരേപോലെ വിളിക്കണ്ടേ? എന്തുകൊണ്ട് അവരെ വിളിച്ച് റെസ്പോൺസ് ചോദിക്കാത്തത്? അപ്പൊ ആദ്യം ആരാണോ വാർത്ത കൊടുപ്പിച്ചത്, വാർത്ത കൊടുപ്പിക്കുന്നവരെയാണ് വിളിച്ച് ചോദിക്കുന്നത്. കാരണം ശ്രീലേഖ മാഡത്തിനെ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് അറിയില്ല, കാരണം അവരല്ല വാർത്ത കൊടുപ്പിച്ചിരിക്കുന്നത്. വാർത്ത കൊടുപ്പിച്ചിരിക്കുന്ന ആൾക്കാരെയല്ലേ ആദ്യം വിളിച്ച് ചോദിക്കും. ആവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. കുറെ നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പോ പലയിടത്തും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ കയ്യേറി വെച്ചിട്ട് അവിടെ പാർട്ടി ഓഫീസ് കെട്ടുക, ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടുക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശ്രീ VK പ്രശാന്ത് മാത്രമല്ല, നെടുമങ്ങാട് MLA മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ GRL നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാൾ ബിൽഡിംഗിനകത്താണ് 3 റൂം വെച്ചിരിക്കുന്നത് സൗജന്യമായിട്ട്. VK പ്രശാന്ത് 872 രൂപയെങ്കിലും നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് വാടക കൊടുക്കുന്നുണ്ടെന്ന് പറയാം. 1 രൂപ വാടക കൊടുക്കാണ്ടാണ് വെച്ചിരിക്കുന്നത്. 3 റൂമിനും കൂടെ ഇങ്ങനെ പോയാലും 10-20,000 രൂപ വാടക വരേണ്ടതാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് വെച്ചിരിക്കുന്നത്. ശ്രീ K ആൻസലൻ, അദ്ദേഹവും നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ റൂമിനകത്താണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ MLA ഓഫീസ് വെച്ചിരിക്കുന്നത്. എല്ലാവരും എഴുതിയെടുക്കുകയല്ലേ 10-70,000 രൂപ. GRL ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള നിലയിലും കൂടി കിട്ടുന്നതാണ്. അപ്പോ കിട്ടുന്നത് തീർച്ചയായിട്ടും അവരുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് ചെറിയ വാടകയ്ക്ക് കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതേ പരിഗണന എല്ലാവരോടും കാണിക്കണം. ശ്രീലേഖ മാഡം ശ്രീ പ്രശാന്തിനോട് ചെന്നിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനെ ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്ത് വേറൊരു തലത്തിലാക്കി അവതരിപ്പിക്കാൻ നോക്കിയതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും എനിക്ക് എന്തിന്റെ കേടായിരുന്നു? മുങ്ങി മണ്ണെണ്ണ മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാര മുങ്ങി.